കുട്ടികൾക്ക് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നമ്മൾ നേരത്തെ ചെയ്ത RRB ഗ്രൂപ്പ് ഡിയുടെ പേപ്പറല്ലേ, അതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യാവേ. നമ്മൾ ആദ്യത്തെ ഒരു 53 ക്വസ്റ്റ്യൻസാണ് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തത്. ബാക്കി നമുക്ക് ഇന്ന് ചെയ്യാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ കോഡിംഗ് ഡീകോഡിംഗ് ആണ്. AFPQV CIT VB കോഡ് ചെയ്തിരിക്കുന്നത്. DLN PG ഇതിനകത്തോട്ടാണ് കോഡ് ചെയ്തിരിക്കുന്നത്. LNA GK എങ്ങോട്ടാണ് കോഡ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളോട് നോക്കുമ്പോഴത്തേനും AC ആയിട്ടുണ്ട്. എയുടെ കൂടെ 2 ആഡ് ചെയ്യുമ്പോഴാണ് C കിട്ടുന്നത് അല്ലേ. A കഴിഞ്ഞിട്ട് BC എന്നാണ് വരുന്നത്. F കഴിഞ്ഞിട്ട് GHI F കഴിഞ്ഞിട്ട് മൂന്നാമത്തെയാണ് I. അപ്പോൾ A കഴിഞ്ഞിട്ട് രണ്ടാമത്തെയാണ് C, F കഴിഞ്ഞിട്ട് മൂന്നാമത്തെയാണ് I. പിന്നെ P കഴിഞ്ഞ് QRST നാലാമത്തെയാണ് അടുത്തത്. അതുപോലെ തന്നെ Q കഴിഞ്ഞിട്ട് RSTUV അഞ്ചാമത്തെയാണ്. V കഴിഞ്ഞിട്ട് STUV V കഴിഞ്ഞിട്ട് WXYZAB ആറാമത്തെയാണ് ലെറ്റർ. ഇതുപോലെ തന്നെയാണ് ഇതും കോഡ് ചെയ്തിരിക്കുന്നത് അല്ലേ. DEF LMNO NOPQR പിന്നെ PQRSTU പിന്നെ G കഴിഞ്ഞിട്ട് HIJK LM. ഓക്കെ, സെയിം പാറ്റേണിലാണ് രണ്ടാമത്തെ കോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കോഡ് ചെയ്യാം. L കഴിഞ്ഞിട്ടോടെ 2 കൂട്ടുക, L കഴിഞ്ഞിട്ട് MN, N കൂടെ 3 കൂട്ടുക, N കഴിഞ്ഞ് OPQ, A കഴിഞ്ഞിട്ട് 4 കൂട്ടുക, BC DE E ആണ്. പിന്നെ ഇതിനോട് 5 കൂട്ടുക, G കഴിഞ്ഞിട്ട് HIJK L, K കഴിയുടെ 6 കൂട്ടുക, A കഴിഞ്ഞിട്ട് LM NO PQ. അപ്പോൾ NQE LQ ആയിരിക്കും ആൻസർ വരിക. ഓക്കെ, അടുത്തതിനകത്തോട്ട് പോവാം. 5 സോളിഡ് ക്യൂബ് ഉണ്ട്. ഓരോത്തിൻ്റെ വോളിയം 216 സെൻറ്റിമീറ്റർ ക്യൂബാണ്. ക്യൂബിൻ്റെ വോളിയം A ക്യൂബാണ്. A ക്യൂബ് 216 ആണ്. എയുടെ വാല്യൂ എത്രയായിരിക്കും? 6 ആയിരിക്കും. ഇത് 5 എണ്ണം നമ്മൾ എൻഡ് ടു എൻഡ് ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ലീനിയർ മാറ്റർ ഓൺലി, അതായത് ഇങ്ങനെ നമ്മൾ 5 എണ്ണം ജോയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ലാറ്ററൽ സർഫസ് ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടം എടുക്കരുത്, അതുപോലെ തന്നെ ടോപ്പും എടുക്കരുത്, സൈഡ്സ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ എത്ര സൈഡ്സ് വരും? അതായത് ക്യൂബിൻ്റെ സൈഡെല്ലാം സ്ക്വയർ അല്ലേ. സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ A സ്ക്വയർ 36. ഓക്കെ, അങ്ങനെ എത്ര സൈഡ് ഉണ്ടെന്ന് നോക്കി. 5 ക്യൂബിൻ്റെ അകത്ത് 5 ക്യൂബിനകത്ത് 1 2 3 4 5 അതെടുക്കണം. അതുപോലെ തന്നെ അപ്പുറത്തെ 5 എടുക്കണം. അപ്പം 5 5 10. പിന്നെ ഇങ്ങേ അറ്റത്ത് ഒരെണ്ണം അങ്ങേ അറ്റത്ത് ഒരെണ്ണം എടുക്കണം. അപ്പോൾ എത്ര? 12. 12 36 ഇത് ആൻസറായി. അതായത് 360 കൂടെ 72 ആഡ് ചെയ്യുക, 432 കിട്ടും ആൻസർ. ഓക്കെ, അടുത്തത് വിച്ച് ഓഫ് ഫോളോയിങ് ഇൻസ്ട്രുമെൻറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യാനുള്ള സാധനമാണ് സ്പിഗ്മോമാനോമീറ്റർ. ഓക്കെ, അത് നമുക്കറിയാം. അടുത്തത് ഈ സ്പെക്ട്രോമീറ്റർ ലൈറ്റ് സ്പെക്ട്രത്തിന് ഒബ്സർവ് ചെയ്യാനുള്ള സാധനമാണ്. ഓക്കെ, അടുത്തത് നോക്കാം. അമർദീപ് സ്റ്റാർട്ടഡ് ഡ്രൈവ് ഫ്രം ഹിസ് ഓഫീസിൽ നിന്ന് ഇറങ്ങി ആൻഡ് ഡ്രോവ് ഫോർ 8 കിലോമീറ്റർ ടുവാർഡ്സ് സൗത്ത്. 8 കിലോമീറ്റർ സൗത്തിലോട്ട് വന്നു. അവിടുന്ന് ലെഫ്റ്റ് എടുത്ത് 15 കിലോമീറ്റർ എടുത്ത് സിറ്റി സെൻറ്ററിലെത്തി. അവിടുന്ന് 90 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസിൽ പോയി. ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ് അപ്പോൾ ഇങ്ങോട്ട് 90 ഡിഗ്രി പോയി 8 കിലോമീറ്റർ. അങ്ങനെ സിറ്റി പാലസ് എത്തി. 8 കിലോമീറ്റർ ആകുമ്പോഴത്തേനും സിറ്റി പാലസ് എത്തി. അവിടുന്ന് ലെഫ്റ്റ് എടുത്ത് 8 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് ഹോമിലെത്തി. വിച്ച് ഡയറക്ഷൻ ഈസ് അമർദീപ്സ് ഓഫീസ് ഫ്രം സിറ്റി സെൻറ്റർ ആൻഡ് ഹോം റെസ്പെക്റ്റീവ്ലി. ഇയാളുടെ ഓഫീസ് സിറ്റി സെൻറ്ററിൽ നിന്നും ഹോമിൽ നിന്നും ഡയറക്ഷനിൽ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ആക്ച്വലി ഇവിടെ 8 ഉണ്ടല്ലോ, അത് ആക്ച്വലി ഇവിടെ തന്നെ വരുവേ. ഞാൻ വരച്ചപ്പോൾ കുറഞ്ഞു പോയി. അതെ, ഇവിടെ വരും കൃത്യം 8. ഇവിടെയാണ് ഓഫീസ്. ഓക്കെ ആണോ? അപ്പോൾ ഓഫീസും ഹോമും സിറ്റി പാലസൊക്കെ ഒറ്റ ലൈനിൽ വരും. ആദ്യം കണ്ടുപിടിക്കേണ്ടത് സിറ്റി സെൻറ്ററിൽ നിന്നുള്ള ഡയറക്ഷനാണ്. സിറ്റി സെൻറ്ററിൽ നിന്നുള്ള ഡയറക്ഷൻ ഇങ്ങനെയല്ലേ, നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് എന്നല്ലേ, ഇങ്ങനെയല്ലേ കിടക്കുന്നത്. അപ്പോൾ സൗത്ത് വെസ്റ്റ്. പിന്നെ ഹോമിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നോക്കാനുള്ള ഡയറക്ഷനാണ് വെസ്റ്റ്. സൗത്ത് വെസ്റ്റും സൗത്ത് വെസ്റ്റ് അല്ല കേട്ടോ, ഇങ്ങനെയാണ് വരിക, നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് എന്നല്ലേ. സിറ്റി സെൻറ്ററിൽ നിന്ന് ഓഫീസ് ഈ ഡയറക്ഷനല്ല കിടക്കുന്നത്. ഈ ഡയറക്ഷൻ നോർത്ത് വെസ്റ്റാണ്, സൗത്ത് വെസ്റ്റ് അല്ല, നോർത്ത് വെസ്റ്റാണ്. മാറിപ്പോയി. ഓക്കെ, നോർത്ത് വെസ്റ്റിലാണ് ഇരിക്കുന്നത്. അതുപോലെ
ഹോമിൽ നിന്ന് ഓഫീസിലോട്ട് ഏതാ ഡയറക്ഷൻ? ഹോമിൻ്റെ വെസ്റ്റ്. നോർത്ത് വെസ്റ്റും വെസ്റ്റുമാണ് ആൻസർ വരിക. സോറി, കറക്റ്റ് ചെയ്തോണേ. സൗത്ത് വെസ്റ്റ് അല്ല, നോർത്ത് വെസ്റ്റും വെസ്റ്റുമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ DA ആണ്. കുറേ സബ്ജക്റ്റിലുള്ള മാർക്ക് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റേഷ്യോ ഓഫ് സം ഓഫ് മാർക്ക് സ്കോർഡ് ബൈ A മാത്സ്, B ഹിന്ദി. A മാത്സ് എന്ന് പറഞ്ഞാൽ 90 ആണ്, B ഹിന്ദി എന്ന് പറഞ്ഞാൽ 80 ആണ്. ആദ്യം എത്ര? 170. അടുത്തത് C സയൻസ്, D ഇംഗ്ലീഷ്. സിയുടെ സയൻസ് 64 ആണ്, ഡിയുടെ ഇംഗ്ലീഷ് 76 ആണ്. ആഡ് ചെയ്യുമ്പോൾ 130, 140 കിട്ടത്തില്ല. അപ്പോൾ 170, 140 റേഷ്യോ എത്ര? 17:14. അടുത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രാക്ടീസസ് ഇസ് ലീസ്റ്റ് ഹാംഫുൾ ഇൻ ദ കൺവേർഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്? ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് കൺസർവ് ചെയ്യാനുള്ള ഏറ്റവും ലീസ്റ്റ് ഹാംഫുൾ ആയിട്ടുള്ള പരിപാടി അതെന്ന് വെച്ചിരുന്നത്. ആദ്യത്തത് യൂസിങ് ഫോറസ്റ്റ് ആസ് എ സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽ ഫോർ ഇൻഡസ്ട്രീസ്. ഇൻഡസ്ട്രീസിനുള്ള റോ മെറ്റീരിയൽ ഇതിന് എടുത്തു കഴിഞ്ഞാൽ ഫോറസ്റ്റ് നശിച്ചു പോകും, അപ്പോൾ ഇത് പറ്റത്തില്ല. കൺവേർട്ടിംഗ് ഫോറസ്റ്റ് ഇൻറ്റു പ്ലാന്റേഷൻ, അതും പറ്റത്തില്ല. കളക്റ്റിംഗ് നോൺ ടിമ്പർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ്. നോൺ ടിമ്പർ അതായത് മരങ്ങൾ ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ള പ്രൊഡക്ട്സ് ടിമ്പർ ഇവിടെ നിന്ന് കളക്ട് ചെയ്യുക. അതായത് തടി ഒഴികെയുള്ള ബാക്കി പ്രൊഡക്റ്റ് നമ്മൾ കളക്ട് ചെയ്യുക. ഓക്കെ, അതാണ് ആൻസർ വരിക. ബിൽഡിംഗ് റോഡ്സ് ആൻഡ് ഡാംസ് ഇൻ ഫോറസ്റ്റ് ഏരിയ, അതും പറ്റത്തില്ല, ഫോറസ്റ്റ് നശിച്ചു പോകത്തില്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 ആണ്, 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ്, മറ്റേത് 7 ആണ്. 72 × 7 ചെയ്താൽ 490, 14, 504 നമുക്ക് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ശങ്കറും വിഷ്ണുവും ഓൾട്ടർനേറ്റ്ലി ആണ് വർക്ക് ചെയ്യുന്നത്. 21 സ്യൂട്ട് സ്റ്റിച്ച് ചെയ്യണം. ശങ്കർ വർക്ക് സ്റ്റാർട്ട് ചെയ്തു, 3 സ്യൂട്ട് 2 ദിവസം. ശങ്കർ 3 എണ്ണം 2 ദിവസം കൊണ്ട് തീർക്കും. അതിൻ്റെ ബ്രേക്ക് എടുക്കും. അപ്പോൾ വിഷ്ണു 3 സ്യൂട്ട് 3 ദിവസം കൊണ്ട് തീർക്കും. അതിനുശേഷം ബ്രേക്ക് എടുക്കും. അപ്പോൾ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ആദ്യം ശങ്കർ, പിന്നെ വിഷ്ണു, പിന്നെ ശങ്കർ, പിന്നെ വിഷ്ണു. അങ്ങനെയാണ് 21 സ്യൂട്ട് സ്റ്റിച്ച് ചെയ്യാൻ എത്ര ദിവസം എടുത്തെന്നല്ല ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കി, 6 ദിവസം കൊണ്ടാണ്, 6 ദിവസമല്ല. അപ്പോൾ നോക്കിക്കോണേ, ഇവർ ഒരുമിച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ആദ്യത്തെ 2 ദിവസം ഇവൻ, രണ്ടാമത്തെ 3 ദിവസം ഇവൻ. അപ്പോൾ 5 ദിവസം കൊണ്ടാണ് ഇവർ 6 സ്യൂട്ട് തയ്ക്കുന്നത്, അല്ലേ? ഇനി 21 സ്യൂട്ട് തയ്ക്കാൻ എത്ര ദിവസം വേണമെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. നമ്മളിത് ഡിവൈഡ് ചെയ്ത് 1 ദിവസം കൊണ്ട് 6/5, പിന്നെ 21 സ്യൂട്ട് കണ്ടുപിടിക്കാനുള്ള രീതി ചെയ്ത് ഞാൻ ആൻസർ തെറ്റിപ്പോകും. കാരണം ഓരോ സമയത്തും ഓരോ ആൾക്കാരാണ് വർക്ക് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ നോക്കി, ഇവരിങ്ങനെ വർക്ക് ചെയ്യുവാണെങ്കിൽ 5 ദിവസം കൊണ്ടേ 6 സ്യൂട്ടിൻ്റെ വർക്ക് തീർത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ 6നെ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 21 താഴെ വരുന്നതെന്ന് നോക്കുക. 3 അല്ലേ, 2 × 3 ചെയ്യുക. അപ്പോൾ 18 സ്യൂട്ട് തയ്ക്കാൻ വേണ്ടി 15 ദിവസം. ഓക്കെ, അപ്പോൾ 15 ദിവസം വർക്ക് തീർന്നില്ലേ. ഇനി അടുത്തായിട്ട് ആരാ വർക്ക് ചെയ്യാൻ പോകുന്നത്? 15 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 2, പിന്നെ 3, പിന്നെ 2, പിന്നെ 3, പിന്നെ 2, പിന്നെ 3. ഓക്കെ, അങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 5 തീർന്നു, ഇവിടെ 5 തീർന്നു, ഇവിടെ 5 തീർന്നു. അപ്പോൾ ലാസ്റ്റത്തെ ഈ 5ാമത്തെ ദിവസം അല്ലെങ്കിൽ 15ാമത്തെ ദിവസം വർക്ക് ചെയ്ത് നിൽക്കുന്നത് ആരാ? വിഷ്ണു അല്ലേ. ഇനി വർക്ക് ചെയ്യാൻ പോകുന്നത് ഇയാളല്ലേ. ഇയാൾ 2 ദിവസം കൊണ്ട് എത്ര സ്റ്റിച്ച് ചെയ്യും? 3 സ്റ്റിച്ച് ചെയ്യും. നമുക്കിനി 21 വരെയല്ലേ എത്തിക്കണ്ടേ. 21 എത്താൻ ഇനി 3 കൂടെ പോരെ. അപ്പോൾ അടുത്ത സെറ്റ് വർക്കും കൂടെ തീർന്ന വർക്ക് തീരത്തില്ലേ. അതായത് ഇനി ഒരു 2 ദിവസം കൂടെ വർക്ക് ചെയ്താൽ 3 വർക്ക് ആടാവും. അപ്പോൾ 21 വർക്ക് കംപ്ലീറ്റ് ആവുമല്ലോ. അപ്പോൾ 15 കഴിഞ്ഞാൽ പിന്നെ 2 ദിവസം കൂടെ വേണം. അതുകൊണ്ട് 17 ആയിരിക്കും ആൻസർ വരിക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പല സമയത്തും പല വർക്ക് അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്യണം, അല്ലെങ്കിൽ തെറ്റിപ്പോകും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ സ്യൂട്ടുകളുടെ എണ്ണം ഇപ്പോൾ 18 ആണെങ്കിൽ നമുക്ക് ആൻസർ എവിടെ വെച്ച് നിർത്തായിരുന്നു? ഇവിടെ വെച്ച് നിർത്തായിരുന്നു. 15 ഡേയ്സ് ആയിരിക്കും ആൻസർ. അതുപോലെ തന്നെ ഒരു 24 സ്യൂട്ടാണ് നമ്മുടെ ടോട്ടൽ സ്യൂട്ടുകളുടെ എണ്ണമെങ്കിൽ അത് എത്രയായിരിക്കും? ആദ്യത്തെ 2 ദിവസം കൊണ്ട് 3, പിന്നത്തെ 3 ദിവസം കൊണ്ട് 3. അപ്പോൾ 6 തീർക്കുന്നത് 5 ദിവസം കൊണ്ടാണ്. അപ്പോൾ 24 തീർക്കാൻ × 4 ചെയ്താൽ പോരെ. അവിടെ × 4 ചെയ്യുക, 20 ഡേയ്സിന് എഴുതാൻ പറ്റും. പക്ഷേ കറക്റ്റ് മൾട്ടിപ്പിൾ വരാത്ത സമയത്ത് എന്ത് ചെയ്യണം? നമ്മൾ ചെയ്ത പോലെ വേണം ചെയ്യാം. ഓക്കെ, അല്ല ആൻസർ മാറിപ്പോകും. അടുത്തത് ഇനിക്വാലിറ്റി ആണ്. നോക്കാം ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. Z ഗ്രേറ്റർ ദാൻ X. Z ഗ്രേറ്റർ ദാൻ X ആണ്. X ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു M. X ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു M ആണോ? അല്ല. Q ഗ്രേറ്റർ ദാൻ M. Q ഗ്രേറ്റർ ദാൻ M ആണോ? അല്ല. അത് കൺഫേം അല്ല, നമുക്ക് അറിയത്തില്ല, അതുകൊണ്ടാണ് വെട്ടിട്ടിരിക്കുന്നത്. Q ഗ്രേറ്റർ ദാൻ X ഗ്രേറ്റർ ദാൻ M.
ക്യൂ ഗ്രേറ്റർ ദാൻ എക്സ് ആണ്, പക്ഷേ എക്സ് ഗ്രേറ്റർ ദാൻ എ അല്ല, എക്സ് ലെസ് ദാൻ എ ആണ്. അപ്പോൾ ഇതും പറ്റത്തില്ല. അപ്പോൾ പിന്നെ ഒബ്വിയസ്ലി ലാസ്റ്റത്തെ ആയിരിക്കും ആൻസർ അല്ലേ, എം ഗ്രേറ്റർ ദാൻ ആർ ഗ്രേറ്റർ ദാൻ എക്സ്. അടുത്തത് ഓക്കെ. ഈ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ എനിക്കൊരു എറർ പോലെയാണ് ഫീൽ ചെയ്തത്. എന്തുകൊണ്ടാണെന്ന് പറയാവേ. തന്നിരിക്കുന്ന നമ്പേഴ്സ് ഇതാണ്: 1 0 2 1 3 2 4 5 5 26, പിന്നെ എത്ര അറിയില്ല, 677. പക്ഷെ നമ്മൾ ലോജിക്ക് നോക്കുമ്പോൾ -1 + 2 -1 + 2 -1 + 2. അടുത്തത് -1 ആണെങ്കിൽ 3 അല്ല വരേണ്ടത്. അടുത്തത് +2 അപ്പോൾ 5. പിന്നെ അടുത്തത് -1 അപ്പോൾ 4. അടുത്തത് +2 അപ്പോൾ 6. ഓക്കെ, അങ്ങനെ വരുമ്പോഴാണ് 6 അവിടെ ആൻസറായിട്ട് വരിക. ഓക്കെ, അല്ലാതെ ഈ ഒരു സീരീസ് സോൾവ് ചെയ്യാനായിട്ട് വേറെ ലോജിക്കൊന്നും എനിക്ക് കിട്ടിയില്ല. ഓക്കെ ആണോ? അപ്പോൾ എനിക്ക് ഈ ക്വസ്റ്റ്യൻ ടൈപ്പിംഗ് എറർ പോലെയാണ് തോന്നുന്നത്. നമ്മുടെ എക്സാമിന് ഇതുപോലെ ടൈപ്പിംഗ് എറേഴ്സ് വല്ലതും വരുവാണെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, ചലഞ്ച് ചെയ്യാൻ പറ്റും. ആൻസർക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ ക്വസ്റ്റിൻ്റെ ഐ ഡി ഒക്കെ വെച്ച് ഇതുണ്ടോ, ഇവിടെ ക്വസ്റ്റ്യൻ ഐ ഡി ഒക്കെ എഴുതിയിരിക്കുന്നുണ്ടോ, ക്വസ്റ്റ്യൻ ഐ ഡി ഈ ഓപ്ഷൻ ഐ ഡി ഒക്കെ എഴുതിയിരിക്കുന്നുണ്ടോ, നമുക്കത് ചലഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് നമുക്കത് റിവ്യൂവിന് കൊടുക്കാൻ പറ്റും. എനിക്ക് 50 രൂപ എന്തോ അടച്ചാൽ മതി, അങ്ങനെ നമുക്ക് റിവ്യൂ കൊടുക്കാൻ പറ്റും. ഓക്കെ, യെസ്. അടുത്തതിനകത്തോട്ട് പോവാം. ഹൗ മെനി എയർലൈൻസ് വർ നാഷണലൈസ് അണ്ടർ ദ എയർ കോർപ്പറേഷൻ ആക്ട് 1953? സ്റ്റാറ്റിക് ആണ്. 1953 എയർ കോർപ്പറേഷൻ ആക്ട് വഴി എത്ര എയർലൈൻസാണ് നാഷണലൈസ് ചെയ്തത്? 9 ആണ് ആൻസർ. ഏതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ നോക്കിയാൽ മതി. അടുത്ത ദിവസം നോക്കാം. ഓക്കെ, ഒരാർട്ടിക്കിൾ കോസ്റ്റ് പ്രൈസിനേക്കാൾ 50% മേളിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഷോപ്പ് കീപ്പറിന് 2 സക്സസീവ് ഡിസ്കൗണ്ടാണുള്ളത്, 10%, 25%. സ്റ്റിൽ 15 രൂപ പ്രോഫിറ്റ് ഉണ്ട്. അങ്ങനെ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് CP SP MP റേഷ്യോ ഉണ്ടെങ്കിൽ പരിപാടി പെട്ടെന്ന് തീർക്കായിരുന്നു. നമുക്ക് ആദ്യം ഡിസ്കൗണ്ടിൻ്റെ കാര്യം നോക്കാവേ. മാർക്ക് പ്രൈസിൽ നിന്ന് ആദ്യം 10% കുറയും, പിന്നെ 25% കുറയും. അപ്പോൾ SP/MP റേഷ്യോ എന്ന് പറഞ്ഞാൽ 27/40 ആണ്. SP 27 MP 40 ആണ്. ഇനി കോസ്റ്റ് പ്രൈസിനേക്കാളും 50% മേളിലല്ലേ മാർക്ക് പ്രൈസ് വെച്ചിരിക്കുന്നത്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു മാർക്ക് പ്രൈസ് ഇൻറ്റു 2/3 എന്ന് വരത്തില്ലേ. അപ്പോൾ 40 × 2/3 ഇതാണ് കോസ്റ്റ് പ്രൈസ്. ഇനി നമുക്കുള്ളത് പ്രോഫിറ്റാണ് 15 രൂപ. അപ്പോൾ CP SP റേഷ്യോ എടുക്കുക. 40 × 2/3 / 27 അല്ലേ. അപ്പോൾ 80/60 21 81 വരും റേഷ്യോ. അപ്പോൾ നോക്കി CP SP തമ്മിലുള്ള വ്യത്യാസം ഒരു പാട്ടല്ലേ. ആ ഒരു പാട്ട് 15 രൂപയാണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. നമുക്കിനി കണ്ടുപിടിക്കേണ്ട കോസ്റ്റ് പ്രൈസ് അല്ലേ. കോസ്റ്റ് പ്രൈസ് എത്ര പാട്ടാണ്? 80 പാട്ട്. 80 × 15 ചെയ്യുമ്പോഴത്തേനും 80 40 120 1200 വരും നമ്മുടെ കോസ്റ്റ് പ്രൈസ്. ഓക്കെ, ഗ്രൂപ്പ് ഡിയുടെ എക്സാമാണ്, പക്ഷേ എന്നാലും അത്യാവശ്യം നല്ല കൊള്ളാവുന്നൊരു ക്വസ്റ്റൻ ആയിരുന്നത് അല്ലേ. അടുത്തതിനകത്തോട്ട് പോവാവേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റം ദാറ്റ് ഇസ് മാൻ മെയ്ഡ്? മനുഷ്യരുണ്ടാക്കിയ ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ലേക്കല്ല, ഫോറസ്റ്റ് അല്ല, പോണ്ടല്ല, ക്രോപ്പ് ഫീൽഡ്, അതായത് പാടം. ഓക്കെ, നെൽപ്പാടം. ഓക്കെ, അടുത്ത ദിവസം നോക്കുക. രാഘവിൻ്റെ ആവറേജ് ഏണിംഗ് പെർ മന്ത് ഫസ്റ്റ് 3 മന്തിൽ 45,000 ആണ്. അപ്പോൾ ആദ്യത്തെ 3 മാസം ആവറേജ് 47,000. ഏപ്രിൽ, അതായത് 4ാമത്തെ മാസം ആകുമ്പോഴത്തേനും ഇയാളുടെ ഏണിങ് ആദ്യത്തെ 3ൻ്റെ ആവറേജിനേക്കാളും 33.3% കൂടുതലാണ്. 33.3% എന്ന് പറഞ്ഞാൽ 1/3 അല്ലേ. അപ്പോൾ 47,000 1/3 17,000 ആഡ് ചെയ്യുമ്പോഴത്തേനും 60,000 ഒരു 4ാമത്തെ മാസത്തെ. ഇനി 4 ഇപ്പോൾ 4ആയി. ഇനി ഒരു 8 മാസം കൂടെ ഇല്ലേ. 8 മാസക്കാര്യം അറിയത്തില്ല. ഫുൾ വർഷത്തെ ആവറേജ് 45,300 ആണ്. അങ്ങനെയാണെങ്കിൽ മെയ് തൊട്ട് ഡിസംബർ വരെ, മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ, ഈ 8 മാസം ആവറേജ് കണ്ടുപിടിക്കാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്കാദ്യം ഇത് നമുക്ക് അലിഗേഷൻ ചെയ്യാവേ. അത് നമുക്ക് ഇവരുടെ കമ്പൈൻഡ് ഒന്ന് കണ്ടുപിടിക്കാം. 45,000 60,000. 45,000 × 3 ചെയ്ത് കഴിഞ്ഞാൽ 120 15 135,000 പ്ലസ് 60,000 ÷ 4. അത് ചെയ്യുമ്പോഴത്തേനും അവസാനം ഒരു 1000. 60 135 അടയുമ്പോഴത്തേനും 195 അല്ലേ /4 ഡിവൈഡ് ചെയ്യുമ്പോഴത്തേനും 4 × 4 16, 4 × 8 32, 4 × 7 28,
0 47,750 വരും. ഇനി നമുക്ക് അലിഗേഷൻ ചെയ്യാം. 47,750 ആദ്യത്തെ 4 മാസത്തെ. പിന്നത്തെ നമുക്കറിയത്തില്ല. എല്ലാം കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ 45,300. താഴെ ഇവരുടെ റേഷ്യോ എഴുതണം. ആദ്യത്തെ 4 മാസം, പിന്നത്തെ 8 മാസം. അപ്പോൾ റേഷ്യോ എത്രയാണ്? 1:2 ആണ് റേഷ്യോ. ഇനി ഇവരുടെ വ്യത്യാസം എടുക്കുക. 47,750, 45,300. വ്യത്യാസം എന്ന് പറഞ്ഞാൽ 3,450 വ്യത്യാസം. അത് 2 പാട്ടാണെങ്കിൽ ഒരു പാട്ട് എത്രയായിരിക്കും? 17,25. ഓക്കെ, ഇനി നോക്കിക്കോണേ. ഈ വാല്യൂവിൻ്റെ ഇടയ്ക്കായിരിക്കും ഈ വാല്യൂ വരിക. ഓക്കെ, അപ്പോൾ ഈ വാല്യൂ 45,300 കുറവാണ്. എത്ര കുറവായിരിക്കും? ഇത്രയും കുറവായിരിക്കും. അപ്പോൾ 45,300 നിന്നും ഈ പറഞ്ഞ 1725 അങ്ങ് മാറ്റുക. അവസാനം 75, 8, 5, 2, 3, 43,575 എന്ന് വരും ആൻസർ. നമ്മൾ അലിഗേഷനാണ് ചെയ്തിരിക്കുന്നത്. അലിഗേഷൻ ചെയ്യാൻ വേണ്ടി ആദ്യത്തെ 4 മാസത്തെ കമ്പൈൻ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു. പിന്നെ നേരെ അലിഗേഷനകത്തൊരു പെറുക്കിയിടുക ചെയ്തത്. ഓക്കെ, യെസ്. അടുത്തതിനകത്തോട്ട് പോവാം. x+1/xൻ്റെ വാല്യൂ 3 ആണെങ്കിൽ x² + 1/x കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. x+1/xൻ്റെ വാല്യൂ k ആണെങ്കിൽ x² + 1/x² എന്ന് പറഞ്ഞാൽ k² - 2 ആണ്. അപ്പോൾ ആൻസർ എത്രയാണ്? 3². 9 - 2 7 ആയിരിക്കും ആൻസർ. ഓക്കെ, അടുത്തത് DA ആണ്, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ. കുറേ സബ്ജക്റ്റ് അതിൻ്റെ കിട്ടിയ ടോട്ടൽ നമ്പറാണ് തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക. ഡിഫറൻസ് കണ്ടുപിടിക്കണം. ടോട്ടൽ സ്റ്റുഡൻസ് ഹു ഹാവ് ഓപ്റ്റഡ് ഫോർ ബയോളജി ആൻഡ് മാത്തമാറ്റിക്സ്. ബയോളജിയുടെ മാത്തമാറ്റിക്സിൻ്റെ ടോട്ടൽ എത്രയാണ്? ബയോളജിയുടെ ടോട്ടൽ 140, 12, 152. മാത്തമാറ്റിക്സിൻ്റെ ടോട്ടൽ 140, 14, 157. ഇനി സിവിക്സ് ആൻഡ് ഹിസ്റ്ററി. സിവിക്സിൻ്റെ ടോട്ടൽ 110. ഹിസ്റ്ററിയുടെ ടോട്ടൽ 130, 15, 145. ഇവരുടെ വ്യത്യാസം എടുക്കാനല്ലേ പറഞ്ഞത്. അപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി. ഇവിടുത്തെ വ്യത്യാസം പ്ലസ് ഇവിടുത്തെ വ്യത്യാസം ആഡ് ചെയ്താൽ മതി. ഇവിടുത്തെ വ്യത്യാസം 42 ആണ്, അവിടുത്തെ വ്യത്യാസം 9 ആണ്. 42, 9 ആഡ് ചെയ്യുമ്പോൾ എത്ര വന്നിട്ടും 51 കിട്ടും ആൻസർ. ഓക്കെ, അടുത്തത് സ്റ്റേറ്റ്മെൻറ്റ് 1. കീപ്പിംഗ് ഫുഡ് ഇൻ എയർ ടൈറ്റ് കണ്ടെയ്നർ ഹെൽപ്സ് ടു സ്ലോ ഡൗൺ ഓക്സിഡേഷൻ. കറക്റ്റാണ്. എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ചു കഴിഞ്ഞാൽ എയറുമായിട്ടുള്ള അല്ലെങ്കിൽ ഓക്സിജനുമായിട്ടുള്ള ഒരു റിയാക്ഷൻ കുറയും. ഓക്കെ, അടുത്തത് ചിപ്സ് മാനുഫാക്ചേഴ്സ് യൂഷ്വലി ഫ്ലഷ് ബാഗ്സ് ഓഫ് ചിപ്സ് ഗ്യാസ് സച്ച് എസ് ഓക്സിജൻ ടു പ്രിവെൻറ്റ് ചിപ്സ് ഫ്രോം ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ്. അതായത് നമ്മൾ ലേസൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ അകത്ത് മൊത്തം എയർ അല്ലേ? ആക്ച്വലി അത് എയർ അല്ല, നൈട്രജനാണ്. കാരണം നൈട്രജൻ ഒരുപാട് റിയാക്ട് ചെയ്തില്ല. അതിൻ്റെ ബോണ്ട് ഭയങ്കര സ്ട്രോങ് ആണ്, N3. അപ്പോൾ നൈട്രജൻ ഒട്ടും റിയാക്ട് ഇല്ലാത്ത കാരണം നമ്മൾ ചിപ്സിൻ്റെ പാക്കറ്റിൽ നൈട്രജനാണ് ഫില്ല് ചെയ്യുക. ഓക്സിജൻ ഫില്ല് ചെയ്താൽ കേടായി പോകും. അപ്പോൾ ഏതാണ് ശരി? ഫസ്റ്റ് ട്രൂ, സെക്കൻഡ് ഫാൾസ് ആണ്. ഓക്കെ, അടുത്തത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് എ കോപ്പർ വയർ ഇസ് 5 വോൾട്ട്. കറണ്ട് 0.5 ആംപിയർ ഓടുമ്പോൾ റെസിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. V = IR എന്നുള്ള ഇക്വേഷൻ കാണാതെ പിടിച്ചിരിക്കണം. അപ്പോൾ R കിട്ടാൻ വേണ്ടി V/I ചെയ്താൽ പോലെ. വോൾട്ടേജ് 5 ആണ്, ആംപിയർ 0.5 ആണ്. അപ്പോൾ എത്രയാണെന്ന് കിട്ടും? 10 ഓം കിട്ടത്തില്ല ആൻസർ. ഓക്കെ, അത്രയേ ഉള്ളൂ. അടുത്തത് വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇസ് എ കൺട്രീസ് പീമർ ഓർഗനൈസേഷൻ ഫോർ ലിറ്റററി ഡിസ്കോഴ്സ് പബ്ലിക്കേഷൻ ആൻഡ് പ്രൊമോഷൻ ആൻഡ് ഓൺലി വൺ ദാറ്റ് ഡസ് സോ ഇൻ 24 ഇന്ത്യൻ ലാംഗ്വേജ് ഇൻക്ലൂഡിങ് ഇംഗ്ലീഷ്. ഓക്കെ, അതായത് 24 ഇന്ത്യൻ ലാംഗ്വേജിലുള്ള ലിറ്റററി, അതായത് സാഹിത്യപരമായ കാര്യം, അതായത് സാഹിത്യ കൃതികളുടെയൊക്കെ പബ്ലിക്കേഷൻ പ്രൊമോഷനൊക്കെ ചെയ്യുന്ന ഒരേ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതേതാണ്? അത് നമ്മുടെ സാഹിത്യ അക്കാഡമിയാണ്. ഓക്കെ, സാഹിത്യ അക്കാഡമി സ്റ്റാറ്റിക്. അടുത്ത് ഓക്കെ, ആൽഫന്യൂമർ സീരീസാണ്. എല്ലാ ലെറ്ററും മാറ്റിക്കഴിഞ്ഞാൽ 5th ഫ്രം ദ ലെഫ്റ്റ് ആണെന്ന് ചോദിച്ചിരിക്കുന്നത്. ലെറ്റർ കൗണ്ട് ചെയ്തത് 5th ഫ്രം ദ ലെഫ്റ്റ്. അപ്പോൾ ഇതില്ല. 1, 2, 3, 4, 5. ഏതാണ് ആൻസർ? 4. അടുത്തത് ഓക്കെ, സ്ക്വയർ ടേബിൾ ABCDEFG സിറ്റിംഗ് അറൗണ്ട് സ്ക്വയർ ടേബിൾ ഫേസിങ് ദ സെൻറ്റർ ഓഫ് ദ ടേബിൾ. അപ്പോൾ സ്ക്വയർ ടേബിളാണ്. എല്ലാവരും എങ്ങോട്ട് നോക്കിയിരിക്കുന്നത്? അകത്തോട്ട് നോക്കി. ഇനി 8 പേരുള്ളതുകൊണ്ട് 4 പേർ കോർണറിൽ, 4 പേർ സൈഡിലുമായിരിക്കും. ഇനി D തേർഡ് ലെഫ്റ്റ് ഓഫ് F. എഫിൻ്റെ തേർഡ് ലെഫ്റ്റിലാണ് D ഇരിക്കുന്നത്. പക്ഷേ ആരെങ്കിലും കൺഫേം കിട്ടുമോ നോക്കണം ആദ്യം. D സിറ്റ്സ് അറ്റ് വൺ ഓഫ് ദ കോർണർ. D കോർണറിലാണ്. D തേർഡ് ലെഫ്റ്റ് ഓഫ് F. 1, 2, 3. F ഇവിടെ ആയിരിക്കും. ഇനി C സെക്കൻഡ് റൈറ്റ് ഓഫ് A. എയുടെ സെക്കൻഡ് റൈറ്റിലാണ് C ഇരിക്കുന്നത്. A കോർണറിൽ വരത്തില്ല. ഓക്കെ, A
കോർണറിൽ വരത്തില്ല, അതായത് എവിടെയായിരിക്കും, സൈഡ്സിലായിരിക്കും. എ ഇസ് നോട്ട് ആൻ ഇൻവെൻ്റ് നെയ്ബർ ഓഫ് ഡി, എ ഡിയുടെ അടുത്ത് വരത്തില്ല. അപ്പോൾ ഇവിടെ എ വരത്തില്ല, എ സൈഡ്സിലല്ലേ. ഇനിയിപ്പോൾ എവിടെ സൈഡ് മിച്ചമുള്ളത്? ഇവിടെ മാത്രമല്ലേ സൈഡ് മിച്ചമുള്ളൂ. അപ്പോൾ എ ഇവിടെ ആയിരിക്കും. അതുപോലെ തന്നെ എയുടെ സെക്കൻഡ് റൈറ്റിൽ ആരുണ്ട്? സി ഉണ്ട്. ജി ഡസ് നോട്ട് സിറ്റ് അറ്റ് എനി ഓഫ് ദി മിഡിൽ, ജി മിഡിൽ വരത്തില്ല, ജി കോർണറിലേ വരത്തുള്ളൂ. 3 ബിറ്റ്വീൻ ജി ആൻഡ് ബി, ജിക്കും ബി കൂടെയും 3 പേരുണ്ടെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ജി സൈഡിൽ വരത്തില്ലെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, മിഡിൽ. അപ്പോൾ ജി കോർണറിലായിരിക്കും. ജീനെ ഞാൻ ഈ കോർണറിൽ ഇട്ട് കഴിഞ്ഞാൽ 1 2 3 കഴിഞ്ഞ് ബി ഈ കോർണറിലായിരിക്കും അല്ലേ. അപ്പോൾ ഇടയ്ക്ക് 3 പേരുണ്ടെങ്കിൽ അവരിങ്ങനെ കോർണർ ടു കോർണർ അല്ലെങ്കിൽ സൈഡ് ടു സൈഡ് ആയിരിക്കും ഇരിക്കുക. ഇനി ജി സാൻ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് ഇ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, ജി ഇയുടെ അടുത്തായിരിക്കുന്നത്. അപ്പോൾ ജീനെ ഇവിടെ ഇട്ടാൽ അടുത്ത് ഈനെ ഇടാൻ പറ്റത്തില്ല, ജീനെ ഇവിടെ ഇട്ടാൽ ഈനെ ഇവിടെ ഇടാൻ പറ്റത്തില്ല. അപ്പോൾ ജീനെ ഇവിടെ ഇടുക, ഈനെ ഇവിടെ ഇടുക, ഓപ്പോസിറ്റ് ബീനെ ഇടുക. ഇപ്പം എല്ലാവരും ആയില്ലേ. ഇനി ഒരാളും കൂടെ ഇടാൻ മിച്ചമുള്ളൂ, എച്ച് ഇവിടെ ആയിരിക്കും. ചോദിച്ചിരിക്കുന്നത് സെക്കൻഡ് റൈറ്റ് ഓഫ് എച്ച്. സെക്കൻഡ് റൈറ്റ് ഓഫ് എച്ച് ആരാണ് ഇരിക്കുന്നത്? ബി ആണ് ഇരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അസറ്റിക് ആസിഡ് സോഡിയം ഹൈഡ്രോക്സൈഡായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? പ്ലസ് വാട്ടർ ഉണ്ടാവുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ റിയാക്ഷൻ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണല്ലേ. അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചൊറിക്കാണ്, അതൊരു ആസിഡാണ്, അതൊരു എനിക്ക് തോന്നുന്നൊരു വീക്ക് ആസിഡാണത്. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു ബേസാണ്. ഓക്കെ, സോഡിയം ഹൈഡ്രോക്സൈഡ് ബേസാണ്. ആസിഡും ബേസും കൂടെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂട്രലായി പോകും. ന്യൂട്രലാവുക എന്ന് പറഞ്ഞാൽ വെള്ളം മാത്രമല്ല, അതിൻ്റെ കൂടെ ഒരു സാൾട്ട് ഉണ്ടാവും. ഓക്കെ, ആസിഡും ബേസും കൂടെ റിയാക്ട് ചെയ്യുമ്പോഴത്തേനും ഒരു സാൾട്ടും പിന്നെ വാട്ടറും ഉണ്ടാവും. വാട്ടർ എന്ന് പറഞ്ഞാൽ H2 ആണ്. ഓക്കെ, അസറ്റിക് ആസിഡിൻ്റെ ഫോർമുല CH3COOH ആണ് അസറ്റിക് ആസിഡിൻ്റെ ഫോർമുല. സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ ഫോർമുല നമുക്കറിയാം NaOH ആണ്. അപ്പോൾ നമ്മളിത് കലക്കി കഴിയുമ്പോൾ Na സ്പ്ലിറ്റ് ആവും, OH സ്പ്ലിറ്റ് ആവും. ഓക്കെ, എന്നിട്ട് Na ഇവിടെ പോവും, Na ദേ ഇവിടെ പോവും. അപ്പോൾ CH3COONA ഉണ്ടാവും. ഓക്കെ, ഇതിനെ നമ്മൾ സോഡിയം അസറ്റേറ്റ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, സോഡിയം അസറ്റേറ്റ്. പിന്നെ അവിടെയുള്ള ആ എച്ച് ഈ പറഞ്ഞ OHൻ്റെ കൂടെ പോയിട്ട് H2O ഉണ്ടാവും. ഓക്കെ, ഇത് നമ്മൾ ഒരു 10th നമ്മൾ പഠിക്കുന്നൊരു സാധനമാണതല്ലേ. ബേസിക് ആയിട്ടുള്ള ഇക്വേഷനാണ്, ബേസിക് ആയിട്ടുള്ള റിയാക്ഷനാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. ആസിഡും ബേസും നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ സാൾട്ടും ഉണ്ടാവും, ഒരു വാട്ടറും ഉണ്ടാവും. സാൾട്ട് എങ്ങനെ ഉണ്ടാവുന്നതെന്ന് ആ റിയാക്ട് ചെയ്യുന്ന സാധനങ്ങൾ നോക്കിയാൽ മതി. ബേസിനകത്തുള്ള ആ 2 സാധനങ്ങൾ സ്പ്ലിറ്റ് ആവും. ഓക്കെ, ക്ലിയർ? അടുത്തതിനകത്തോട്ട് പോകും. ഇനി 3 സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഇത് സിലോജിസമാണ്. ഓൾ ഗ്രൗണ്ട്സ് ആർ പ്ലെയിൻ, സം പ്ലെയിൻസ് ആർ കവേർഡ്, ഓൾ കവേർഡ് ആർ വെറ്റ്സ്, സം വെറ്റ്സ് ആർ പ്ലെയിൻ. സം വെറ്റ്സ് ആർ പ്ലെയിൻ ശരിയാണ്. സം വെറ്റ്സ് ആർ ഗ്രൗണ്ട് അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. സം പ്ലെയിൻസ് ആർ ഗ്രൗണ്ട്സ് അത് ആണ്, കറക്റ്റാണ് അല്ലേ. ഓക്കെ, ഇനി ഉണ്ടല്ലോ. ഓക്കെ, അത്രയേ ഉള്ളൂ. 1 and 3 അതാണ് ആൻസർ. 1 and 3 ആണ് ആൻസർ. അത്രയേ ഉള്ളൂ. അടുത്തത്. ഓക്കെ, ഈ വേർഡ്സിനകത്ത് ഓരോ ലെറ്ററും അടുത്ത ലെറ്റർ ആയിക്കഴിഞ്ഞാൽ വവൽ ഇല്ലാത്ത എത്ര ഉണ്ടാവുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, റോയിൽ എന്ത് സംഭവിക്കും? R S ആവും, OP ആവും, W TUV W X ആവും. അപ്പോൾ ഇത് ഓക്കെയാണ്, ഇതിൽ വവലില്ല. മാഡ് MN ആവും, AB ആവും, DE ആവും. അപ്പോൾ ഇത് പറ്റത്തില്ല. LM ആവും, AB ആവും, YZ ആവും. അപ്പോൾ ഇതും ഓക്കെയാണ്, കാരണം ഇതിലെന്തില്ല? വവലില്ല. അടുത്തത് ക്യാറ്റ് CD ആവും, AB ആവും, TU ആവും. ഇതിനകത്ത് വവലുകൊണ്ട് പറ്റത്തില്ല. അപ്പോൾ വവലില്ലാത്ത എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം. അതാണ് ആൻസർ. അടുത്തത്. പിന്നെ ഓർഗാനിക് കോമ്പൗണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിറ്റർമൈൻ. ഓർഗാനിക് കോമ്പൗണ്ടിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് നമ്മൾ മറ്റേ ബെൻസീനൊക്കെ പഠിക്കത്തില്ലേ. ഇതിൻ്റെ മേളിൽ വരുന്നൊരു സാധനമില്ല, അതിനാണ് നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അതിൻ്റെ എന്തിനാണ് ഡിറ്റർമൈൻ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലെങ്ത് ഓഫ് കാർബണേറ്റും ഒന്നുമല്ല, കെമിക്കൽ പ്രോപ്പർട്ടിയാണ്. ഈ ഗ്രൂപ്പ് മാറുന്നതനുസരിച്ച് അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടി മാറിക്കൊണ്ടിരിക്കുന്നതല്ലേ. ഓക്കെ, അത്രയേ ഉള്ളൂ. അടുത്ത്. മദൻ ആൻഡ് മോഹൻ ആർ സ്റ്റാൻഡിങ് ഇൻ എ റോ ഓഫ് പീപ്പിൾ. മദൻ is standing 16th from the left. മോഹൻ is standing 19th from the right. രണ്ട് ഇൻ്റർചേഞ്ച് ചെയ്യുകയാണെങ്കിൽ മദൻ become 28th from the left. രണ്ടുപേരും പൊസിഷൻ ഇൻ്റർചേഞ്ച് ചെയ്താൽ മദൻ ഇവിടെ വരും,
അപ്പോൾ ഇയാൾ 28 ഫ്രം ദ ലെഫ്റ്റ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കി, ഈ പൊസിഷൻ റൈറ്റിൽ നിന്ന് 19, ലെഫ്റ്റിൽ നിന്ന് 28 അപ്പോൾ ടോട്ടൽ ആൾക്കാർ എണ്ണം കിട്ടാൻ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. 19, 28 ആഡ് ചെയ്തിട്ട് 1 കുറച്ചാൽ മതി. ഓക്കെ 19 അപ്പോൾ 18, 28, 38, 46 എന്നിട്ട് ആൻസർ. ഓക്കെ അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇയേഴ്സ് ഡിഡ് ദ 14 മേജർ ഇന്ത്യൻ ഷെഡ്യൂൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഗെറ്റ് നാഷണലൈസ്ഡ്? നമ്മുടെ 14 ഇന്ത്യൻ ബാങ്ക്സ് നാഷണലൈസ്ഡ് ആയി. ഏതാ വർഷം എന്ന് ചോദിച്ചിരിക്കുന്നത് നമുക്കെല്ലാവർക്കും പറയാം 1969 ആണ്. ഇതൊരു സ്ഥിരം ക്വസ്റ്റൻ ആടാ അല്ലേ, സ്ഥിരം കാണാറുള്ള സാധനമാണത്. ബാങ്കിങ്ങിൻ്റെ ഹിസ്റ്ററി. വിച്ച് ഓഫ് ദ ചെയർപേഴ്സൺ ഓഫ് നാഷണൽ കമ്മീഷൻ ഓഫ് വുമൺ ഇൻ ഇന്ത്യ? ജൂലൈ 2008 വുമൺ നാഷണൽ കമ്മീഷൻ ഓഫ് വുമൻ്റെ ചെയർപേഴ്സൺ ആരാന്ന് ചോദിച്ചിരിക്കുന്നത്? ദാറ്റ് വാസ് രേഖ ശർമ്മ. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ. റെസിസ്റ്റൻസ് ഓഫ് എ വയർ ഓഫ് ലെങ്ത് L ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഈസ് A ഈസ് 1 ohm. L ലെങ്ത് ഉള്ളതും A ഏരിയ ഉള്ളതിൻ്റെ റെസിസ്റ്റൻസ് 1 ohm ആണ്. ലെങ്ത്ത് 4 times ആവും, ഏരിയ 5 times ആവും. അങ്ങനെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ നമ്മുടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെങ്ത്തിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലും ഏരിയയ്ക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും ആയിരിക്കും. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ റേഷ്യോ കിട്ടാൻ വേണ്ടിയിട്ട് L1/L2 ഡിവൈഡഡ് ബൈ A1/A2 ചെയ്താൽ മതി. അതായിരിക്കും റെസിസ്റ്റൻസിൻ്റെ റേഷ്യോ. L1/L2 റേഷ്യോ 1/4 ആണ്. A1/A2 റേഷ്യോ 1/5 ആണ്. അപ്പോൾ 5:4 എന്ന് കിട്ടും റെസിസ്റ്റൻസിൻ്റെ റേഷ്യോ. ആദ്യത്തെ റെസിസ്റ്റൻസ് 1 ohm അല്ലേ, അപ്പോൾ 5 വാട്ട് 1 ohm ആണെങ്കിൽ 4 വാട്ട് എത്ര? 1/5 × 4 4/5 എന്ന് പറഞ്ഞാൽ 0.8 അല്ലേ, 0.8 ohm ആണ് ആൻസർ. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ മാച്ച് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ ദ മോഡേൺ പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിൾ ബേസുള്ള ക്വസ്റ്റ്യനാണ്, മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. ടോട്ടൽ നമ്പർ ഓഫ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ SPDF 4 അല്ലേ, അപ്പോൾ 1 4 കണക്ട് ചെയ്യണം. അല്ലല്ല 1 7 മാറിപ്പോയി. 1നെ 7 കണക്ട് ചെയ്യണം. 1 7 കണക്ട് ചെയ്തിരിക്കുന്ന എത്ര ഓപ്ഷൻ ഉണ്ട്? ഇതുണ്ട്. ഇനി രണ്ടിലും വ്യത്യാസം എവിടെയൊക്കെയാണെന്ന് നോക്കി. രണ്ടാമത്തത് രണ്ടിലും B ആണ്. രണ്ടാമത്തെ കൂടെ നോക്കിയത് ആൻസർ കൺഫേം ചെയ്യും അല്ലേ. ടോട്ടൽ നമ്പർ ഓഫ് പീരീഡ് മൊത്തം 7 പീരീഡ്സ് ആണുള്ളത്. അപ്പോൾ രണ്ടിന് നമ്മൾ 7 D കണക്ട് ചെയ്യണം. രണ്ടാമത്തേന് D കണക്ട് ചെയ്യുമ്പോൾ ഇത് വരത്തില്ല, ഇതേ വരത്തുള്ളൂ അല്ലേ. എല്ലാം ചെക്ക് ചെയ്യേണ്ട, ഓപ്ഷൻസ് നോക്കി മാർക്ക് ചെയ്താൽ മതി. അടുത്തത് An MOU was signed between Survey of India, Government of India and Assam State Government in June 2021 for implementation which scheme for rural poverty survey. റൂറൽ പോവർട്ടി സർവേക്ക് വേണ്ടിയിട്ടുള്ള ഏത് സ്കീമാണ് ഇവരെല്ലാം കൂടെ ഒപ്പിച്ചാണെന്ന് ചോദിച്ചിരിക്കുന്നത്? സ്വമിത്വ സ്കീമാണ്. കറണ്ട് അഫേഴ്സ്. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ. ഹാർഡ്നെസ് ഓഫ് വാട്ടർ ക്യാൻ ബി റിമൂവ്ഡ് ബൈ യൂസിങ് വാഷിംഗ് സോഡ യൂസ് ചെയ്താൽ മതി. അത് അലക്കുകാരം യൂസ് ചെയ്താൽ മതി. ഇതിൻ്റെ വാട്ടറിൻ്റെ ഹാർഡ്നെസ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ യെസ്. അടുത്തത് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻ്റർചേഞ്ചസ് ഓഫ് നമ്പേഴ്സ് വുഡ് മേക്ക് ദ ഗിവൺ ഇക്വേഷൻ കറക്റ്റ്? ഏത് ഇൻ്റർചേഞ്ചാണ് ഇക്വേഷൻ കറക്റ്റ് ആവാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 6 × 40 ഡിവൈഡഡ് ബൈ 8 + 2 - 5 = 11. ആദ്യത്തെ ഓപ്ഷൻ നോക്കാം. 8 40 ഇത് ഓപ്ഷൻ ഇട്ട് ഇതാൽ മതി. 8 40 മാറ്റിയാൽ ഇവിടെ 8 വരും, ഇവിടെ 40 വരും. അപ്പോൾ നോക്കി 6 × 8 48. 48നെ 40 വെച്ച് ഡിവൈഡ് ചെയ്ത് ഡെസിമൽ വരും. ഡെസിമൽ +2 - 5 ഇത് ഉറപ്പായിട്ട് 11 വരത്തില്ല. ഇത് തെറ്റാണ്. അടുത്ത 5 ഉം 6ഉം. 5 ഉം 6ഉം ഇവിടെ 5 വരും, ഇവിടെ 6 വരും. അപ്പോൾ 40 8 5 5 5 × 5 25 25 × 27 27 5 കുറച്ച് 11 കിട്ടുമോ? ഇല്ല. അപ്പോൾ ഇത് തെറ്റാണ്. അടുത്തത് 2 6 ഇവിടെ 6 കൊടുത്തു, ഇവിടെ 2 കൊടുത്തു. 80/8 ചെയ്താൽ 10 ആണ്. 10 കൂടെ 6 കൂട്ടിയാൽ 16 16 ൽ നിന്ന് 5 കുറച്ചാൽ 11 കറക്റ്റാണ്. അതുകൊണ്ട് ഇതാണ് ആൻസർ. ഓക്കെ അടുത്തത്. ഓക്കെ സീരീസ് കംപ്ലീറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. നോക്കി ABCDEFGHIJ അപ്പോൾ KL M ആയിരിക്കും അടുത്തത്. JKLM MNOP PQRS STUV ഇതായിരിക്കും അടുത്തത് MNOP PQRS STUV
വി ഡബ്ല്യു വി കഴിഞ്ഞിട്ട് ഡബ്ല്യു എക്സ് വൈ. അപ്പോൾ എം വി വൈ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യാം. എം വി വൈ തുടങ്ങുന്ന ഒരേ ഒരു ഓപ്ഷനല്ലേ ഉള്ളൂ. ഇതാണ് ആൻസർ. അടുത്തത് ഇതിൻ്റെ റൂട്ട്സിൻ്റെ നേച്ചർ. ഫൈൻഡ് ദ നേച്ചർ ഓഫ് ദ റൂട്ട്സ് ഓഫ് 2 × p + q² x² + 2 × p + q of x + 1 = 0. ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സിൻ്റെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി d² - 4ac കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇത് നെഗറ്റീവ് ആണെങ്കിൽ ഇമാജിനറി റൂട്ടായിരിക്കും, പോസിറ്റീവ് ആണെങ്കിൽ 2 റൂട്ടുണ്ടാവും, 0 ആണെങ്കിൽ 1 റൂട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഇങ്ങനെയാണ് ഇക്വേഷൻ കിടക്കുന്നത്. ax² + bx + c = 0. അതാണ് എയും ബിയും സിയും. അപ്പോൾ എ എന്ന് പറയുന്നത് ഇതാണ് അല്ലേ, ഇതാണ് ബി, ഇതാണ് സി. b² എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്രയായി? ഈ സാധനത്തിൻ്റെ സ്ക്വയർ എടുക്കണ്ടേ? 4 × p + q ൻ്റെ സ്ക്വയർ മൈനസ് 4 × ac. എ എന്ന് പറഞ്ഞാൽ 2 × p + q സ്ക്വയർ ആണ്. സിയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ 4 ടൈംസ് ഓഫ് p + q സ്ക്വയർ മൈനസ് 8 ടൈംസ് ഓഫ് p + q സ്ക്വയർ. ഇത് നെഗറ്റീവ് ആയിരിക്കത്തില്ലേ? b² - 4ac വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ ഇമാജിനറി റൂട്ട്സ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇതാണ് ആൻസർ. അടുത്തത് ഓക്കെ, ഇതിനകത്ത് ഏത് കേസിലാണ് കോൺകേവ് മിററിൽ റിയൽ ഇമേജ് ഉണ്ടാവുമെന്ന് ചോദിച്ചിരിക്കുന്നത്? ആദ്യത്തത് ഒബ്ജക്റ്റ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് പോൾ. പ്ലേസ്ഡ് ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് പോൾ. നമുക്ക് ഡയഗ്രാം ഒന്ന് വരച്ച് നോക്കാവേ. ഇതാണ് നമ്മുടെ മിറർ എന്ന് വിചാരിക്കുക. ഇതാണ് നമ്മുടെ ഒരു ആക്സിസ്, ഇത് ഫോക്കസ് എന്ന് വിചാരിക്കുക. ഈ പോയിന്റിനാണ് നമ്മൾ പോൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആദ്യം ഫോക്കസിനും പോളിനും ഇടയ്ക്ക് ഒബ്ജക്റ്റ് ഇരിക്കും. ഇനി ഒരു പോയിന്റും കൂടെ ഉണ്ട്, നമ്മുടെ സെൻറ്റർ ഓഫ് കർവേച്ചർ, അതായത് ആ ഒരു ലെൻസിൻ്റെ സെൻറ്റർ. ഇന്നത്തെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന വരകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഇതിന് പാരലായിട്ടൊരു ലൈൻ, ഒരു പാരലായിട്ടൊരു റേ കൺസിഡർ ചെയ്യുക. അത് ഇങ്ങനെ കടന്നു പോകും, ഫോക്കസിൽ കൂടെ കടന്നു പോകും. ഓക്കെ, പിന്നെ സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടെ ഒബ്ജക്റ്റിനകത്തോട്ട് പോകുന്നൊരു വര. ഓക്കെ, സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ ഒബ്ജക്റ്റിലോട്ട് പോകുന്ന വര. പിന്നെ ഒരെണ്ണം നമ്മുടെ ഈ ലെൻസിൽ നിന്ന്, ഓക്കെ, ലെൻസിൽ നമ്മുടെ ഒബ്ജക്റ്റിൽ നിന്ന് ഫോക്കസിൽ കൂടെ കടന്നു പോകുന്ന വര. ഓക്കെ, അപ്പോൾ ഈ വരകളൊക്കെ എവിടെയെങ്കിലും പോയി മീറ്റ് ചെയ്താൽ അവിടെ റിയൽ ഇമേജ് ഉണ്ടാകത്തുള്ളൂ. ഓക്കെ ആണോ? ഈ കേസിൽ ഇവിടെ റിയൽ ഇമേജ് ഉണ്ടാകുന്നത്, അല്ല, ഇവിടെ ഇമേജ് ഉണ്ടാകുന്നത് ഇങ്ങനെ വിർച്വലായിട്ടായിരിക്കും ഉണ്ടാവുക. ആക്ച്വൽ ഇമേജ് ഉണ്ടാകത്തില്ല, വിർച്വലായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കത്തില്ല, റിയൽ ഇമേജ് ഉണ്ടാകത്തില്ല. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് ഒബ്ജക്റ്റ് പ്ലേസ്ഡ് അറ്റ് ഇൻഫിനിറ്റി. ഒബ്ജക്റ്റ് പ്ലേസ്ഡ് അറ്റ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ നിന്നൊക്കെ കുറേ അകലത്തിൽ, ഓക്കെ, നമ്മുടെ ഈ ലെൻസിൽ നിന്ന് ഒരുപാട് അകലത്തിലാണ് നമ്മൾ ഇമേജ് ഒബ്ജക്റ്റ് വെച്ചേക്കുന്നത് വിചാരിക്കുക. ആ ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിലാണ്. ഓക്കെ, ഒരുപാട് അകലാണ് ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് റേസ് വരുവാണ്. ഓക്കെ, ഇത് ഫോക്കസാണ്, ഇത് സി ആണ്. ഓക്കെ, ഇതിൽ കൂടെ ഒന്ന് പാരലായിട്ട് വരുന്നു, ഫോക്കസിൽ കൂടെ കടന്നു പോകുന്നു, പാരലായിട്ട് വരുന്നു, ഫോക്കസിൽ കൂടെ കടന്നു പോകുന്നു, പിന്നെ ഫോക്കസിൽ കൂടെ കടന്നു പോകുന്നു. ഓക്കെ, അപ്പോൾ ഈ റേസ് എല്ലാം എവിടെ പോയി മീറ്റ് ചെയ്യുന്നുണ്ട്? പാരലായിട്ട് വന്ന റേസ് എല്ലാം കൃത്യം ഫോക്കസിൽ വന്ന് മീറ്റ് ചെയ്തിട്ടില്ലേ? അപ്പോൾ അവിടെ ഉറപ്പായിട്ട് എന്തുണ്ടാവും? റിയൽ ഇമേജ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഈ കേസ് ഓക്കെയാണ്. ഓക്കെ, ഇനി ഒബ്ജക്റ്റ് പ്ലേസ്ഡ് അറ്റ് ഫോക്കസ്. ഓക്കെ, ഫോക്കസിൽ ഒബ്ജക്റ്റ് വയ്ക്കുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇതങ്ങ് മാറ്റുവാണേ. ഡയഗ്രാം വരച്ച് പഠിക്കുവാണെങ്കിൽ നമ്മുടെ അത് ഒരിക്കലും തെറ്റത്തില്ല. കാണാതെ പഠിച്ച് കഴിഞ്ഞാൽ അത് മറന്നു പോകത്തില്ലേ. ഇതാണ് മിറർ, ഇതാണ് ഫോക്കസ്, ഇതാണ് സി. ഇവിടെയാണ് നമ്മൾ ഒബ്ജക്റ്റ് വെച്ചേക്കുന്നത് വിചാരിക്കുക. അപ്പോൾ പാരലായിട്ടൊരു റേ വരുന്നു, അത് ഇതിൽ കൂടെ കടന്നു പോകും, ഫോക്കസിൽ കൂടെ കടന്നു പോകും. ഇനി നമ്മുടെ ഈ സെൻറ്ററിൽ കൂടെ ഒരു റേ വരുന്നു, ഒബ്ജക്റ്റിൽ കൂടെ, അത് അവിടെ തട്ടി അങ്ങനെ തന്നെ തിരിച്ചു വരും. ഓക്കെ ആണോ? ഇനി ഫോക്കസിൽ കൂടെ പോകാനായിട്ട് വരയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇതെങ്ങനെയാണ് കിടക്കുന്നത്? ഫോക്കസിൻ്റെ മണ്ടയ്ക്കേ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിക്കോണേ, ഈ രണ്ട് വരകൾ എങ്ങനെയാണ് പോകുന്നത്? പാരലായിട്ട് ഒരു ഇൻഫിനിറ്റിയിലോട്ട് പോകുമല്ലേ? ഓക്കെ ആണോ? പാരലായിട്ട് ഇൻഫിനിറ്റിയിലോട്ട് പോകുമല്ലേ? ഇതിനെ നമുക്ക് കണ്ണും കൊണ്ട് കാണാൻ പറ്റും. ഓക്കെ, സ്ക്രീനിൽ നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല, നമുക്ക് കണ്ണിൽ കാണാൻ പറ്റും. റേസ് വന്ന് മീറ്റ് ചെയ്യുവാണെങ്കിൽ ആ ഇമേജസിനെ നമുക്ക് ഒരു സ്ക്രീനിൽ കൊള്ളിക്കാൻ പറ്റും. പക്ഷേ ഇൻഫിനിറ്റ് ആയിട്ട് പോകുന്ന റേസിനെ നമുക്ക് എങ്ങനെ കാണാൻ പറ്റുള്ളൂ? കണ്ണും കൊണ്ടേ കാണാൻ പറ്റത്തുള്ളൂ. ക്ലിയർ ആണോ?
അതുകൊണ്ടാണ് നമ്മളൊരു കോൺവെക്സ് മിറർ അല്ല കോൺവെക്സ് ലെൻസ് വെച്ചിട്ട് അതിൻ്റെ പുറകിൽ ഒരു സ്ക്രീൻ വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള സാധനങ്ങൾ നമുക്ക് ഈ സ്ക്രീനിൽ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഈ ലെൻസിൽ കൂടെ സ്ക്രീനിൽ നമുക്കിങ്ങനെ കൊള്ളിക്കാൻ പറ്റും. നിങ്ങൾ +1 +2 ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ ഇതിന് ആൻസർ എന്താണ്? 2ഉം 3ഉം. ഓക്കെ, റിയൽ ഇമേജ് എവിടെയൊക്കെ ഫോം ചെയ്യുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് കേസിൽ ഉണ്ടാകുന്ന ഇമേജ് വിർച്വലാണ്, ബാക്കി 2 കേസിലും റിയൽ ഇമേജ് ഉണ്ടാവും. രണ്ടാമത്തെ കേസിലെ ഇമേജ് നമുക്ക് കിട്ടും. ഓക്കെ, നമുക്കൊരു സ്ക്രീനിൽ നമുക്ക് കിട്ടും. പക്ഷേ മൂന്നാമത്തെ കേസിൽ ഇമേജ് സ്ക്രീനിൽ കിട്ടത്തില്ല, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റും. ഓക്കെ, യെസ്. അടുത്തതിനകത്തോട്ട് പോകാം. ഓക്കെ, ജസ്റ്റ് ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. 1 പൈപ്പ് ക്യാൻ ഫിൽ ദ ടാങ്ക് ഇൻ 20 മിനിറ്റ് വൈൽ അനദർ ക്യാൻ എംപ്റ്റി ഇറ്റ് ഇൻ 60 മിനിറ്റ്. രണ്ടും ഒരുമിച്ച് പറഞ്ഞാൽ ഫുള്ള് ഫില്ല് എത്ര സമയം എടുക്കുന്നതല്ലേ ചോദിച്ചിരിക്കുന്നത്? ഫില്ലിംഗ് പൈപ്പ് 20 മിനിറ്റും ലീക്കേജ് 60 മിനിറ്റുമാണ്. രണ്ടും ഒരുമിച്ചുള്ള സമയം കണ്ടുപിടിക്കാൻ വേണ്ടി പ്രൊഡക്റ്റ് ബൈ ഡിഫറൻസ് എടുത്താൽ മതി. പ്രൊഡക്റ്റ് 20 × 60, ഡിഫറൻസ് 40ആണ്. എത്ര കിട്ടും നമുക്ക് ആൻസർ? 30 മിനിറ്റ് കിട്ടും ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് റിക്കവറിയുടെ കോഡിങ് YRF VP CFR ആണ്. റിക്വയർഡിൻ്റെ കോഡിങ് DFR JV QFR ആണ്. റിഗറസിൻ്റെ കോഡാണ് ചോദിച്ചിരിക്കുന്നത് RIGOROUS. ഓക്കെ, റിക്കവറിയുടെ Y ആണ് ഈ കിടക്കുന്നത്, R ആണ് ഈ കിടക്കുന്നത്, E കഴിഞ്ഞിട്ടുള്ള അടുത്താണ് ഇവിടെ കിടക്കുന്നത്, V അതുപോലെ അവിടെയുണ്ട്, O കഴിഞ്ഞിട്ടുള്ള P അവിടെയുണ്ട്, C അതുപോലെയുണ്ട്, E കഴിഞ്ഞിട്ടുള്ള F അവിടെയുണ്ട്, R അതുപോലെ അവിടെയുണ്ട്. അപ്പോൾ നോക്കി, അവസാനത്ത് നിന്നാണ് തുടങ്ങുന്നത്. S എഴുതി, കൺസണൻ്റ് ആണെങ്കിൽ അങ്ങനെ തന്നെ എഴുതും, വവ്വലാണെങ്കിൽ നെക്സ്റ്റ് എഴുതും. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്നത് D എഴുതിയിട്ടുണ്ട്, E കഴിഞ്ഞിട്ടുള്ള F എഴുതിയിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ അടുത്ത് U കഴിഞ്ഞിട്ട് V എഴുതും, O കഴിഞ്ഞിട്ട് P എഴുതും, R അതുപോലെ തന്നെ എഴുതും, O കഴിഞ്ഞിട്ട് P എഴുതും, G അതുപോലെ തന്നെ എഴുതും, I കഴിഞ്ഞിട്ട് J എഴുതും, R അതുപോലെ എഴുതും. അപ്പോൾ SVPRPG JR ഇതായിരിക്കും ആൻസർ. ഓക്കെ, അടുത്തത്. വിച്ച് ഫെസ്റ്റിവൽ ഇസ് സെലിബ്രേറ്റഡ് ഓൺ ഓഫ് ലോഡ്? പത്മസംഭവ റിലേറ്റ് ചെയ്തിട്ടുള്ള ഫെസ്റ്റിവലാണെന്ന് ചോദിച്ചാൽ ഹോൺബിൽ, സഗാതവ, കൻപൂർ, ഹെമിസ് ഫെസ്റ്റിവലാണ്. അപ്പോൾ ഫെസ്റ്റിവൽ വെച്ചുള്ള സ്റ്റാറ്റിക് ചോദിക്കും. ഓക്കെ, അതുപോലെ ഓരോ സ്റ്റേറ്റിലുള്ള ഫെസ്റ്റിവൽസ് ഇല്ലേ, ഇമ്പോർട്ടൻ്റ് ആണ്. ഫെസ്റ്റിവൽസ്, ദെൻ റിവേഴ്സ്, പിന്നെ ഓരോ കമ്മിറ്റിയുടെ ഹെഡുകൾ. ഓക്കെ, അടുത്തത്. വിച്ച് എലമെൻറ്റ്സ് ഓഫ് സൈലം ആർ മെയ്ഡ് ഓഫ് ഡെഡ് സെൽസ് ആൻഡ് യെറ്റ് ആർ റെസ്പോൺസിബിൾ ഫോർ മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ മിനറൽസ് ഇൻ പ്ലാന്റ്സ്? സൈലത്തിൻ്റെ ഏത് എലമെൻറ്റ്സ് ആണ് ഡെഡ് സെൽസ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്? ട്രക്കീഡ്സ് ആൻഡ് വെസൽസ്. ഓക്കെ, പ്ലാന്റ് സെൽസ് ആണ്. പ്ലാന്റ് സെൽസിൽ എനിക്കൊന്നൊരു 10th വരെയുള്ള ഒരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യങ്ങളാണ് പറയിച്ച് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഒരുപാടുണ്ട്, യെറ്റ് സർഫസ് ലെവലാണ് അല്ലേ. അടുത്തത് 94. ടെൻഡൻസി ഓഫ് ഫോർമേഷൻ ഓഫ് ബേസിക് ഓക്സൈഡ് വെൻ യു ആർ ഷിഫ്റ്റിംഗ് ഡൗൺ എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിൽ നമ്മൾ താഴത്തോട്ട് പോകുമ്പോൾ ബേസിക് ഓക്സൈഡ്സ് ഉണ്ടാകാനുള്ള ടെൻഡൻസിറ്റിക്ക് എന്താ സംഭവിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ബേസിക് ഓക്സൈഡ്സ് ഫോം ചെയ്യാനുള്ള ടെൻഡൻസിയുടെ കാര്യം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ മെയിനായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് വാലൻസ് ഇലക്ട്രോൺസിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലേ. അതായത് ഈ റിയാക്ടിവിറ്റി അല്ലെങ്കിൽ റിയാക്ഷൻ ചെയ്യാനുള്ള ഒരു എബിലിറ്റി വാലൻസ് ഇലക്ട്രോണിൻ്റെ ബേസിലാണ് ഇരിക്കുന്നത്. വാലൻസ് ഇലക്ട്രോൺസ് ഫ്രീ ആണെങ്കിൽ അതിന് റിയാക്ട് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. റിയാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വേറെ ആറ്റംസിൻ്റെ ഇലക്ട്രോൺസുമായിട്ട് ജോയിൻ ആവുക, അല്ലെങ്കിൽ ബോണ്ട് ഉണ്ടാവുക, കോവാലന്റ് ബോണ്ട്, ഷെയറിംഗ് ബോണ്ട് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളിങ്ങനെ വിചാരിച്ചാൽ മതി, ഇലക്ട്രോൺസ് ലൂസായിട്ടാണ് ബൗണ്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിന് റിയാക്ഷൻ ചെയ്യാനുള്ള എബിലിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ നോക്കിക്കോടെ, നമ്മളൊരു ഗ്രൂപ്പ് എടുത്തിട്ട് താഴത്തോട്ട് പോവുകയാണെങ്കിൽ ഈ ആറ്റത്തിൻ്റെ സൈസ് ഇൻക്രീസ് ആയി വരത്തില്ലേ. സൈസ് ഇൻക്രീസ് ആവും തോറും നമ്മുടെ ഔട്ടർ ഷെല്ലിലെ ഇലക്ട്രോൺസ്, അതായത് വാലൻസ് ഇലക്ട്രോൺസിന് ന്യൂക്ലിയസുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് കുറഞ്ഞു വരത്തില്ലേ. കാരണം ന്യൂക്ലിയസ് പോസിറ്റീവ് ആണ് ചാർജ്, നമ്മുടെ ഇലക്ട്രോൺസ് ഒക്കെ നെഗറ്റീവ് ആണ് ചാർജ്. അപ്പോൾ ഏറ്റവും പുറത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് ആണ് റിയാക്ട് ചെയ്യുക അല്ലേ. ഏറ്റവും പുറത്തുള്ള ഷെല്ലിലെ ഇലക്ട്രോൺസിനാണ് വാലൻസ് ഇലക്ട്രോൺസ് എന്ന് വിളിക്കുന്നത്. ഈ ഇലക്ട്രോൺസ് ന്യൂക്ലിയസുമായിട്ട് അടുത്തിരിക്കുകയാണെങ്കിൽ അവർക്ക് പുറത്തോട്ട് പോയി റിയാക്ട് ചെയ്യാനുള്ള, അല്ലെങ്കിൽ പുറത്ത് റിയാക്ഷൻ ചെയ്യാനുള്ള ഒരു എബിലിറ്റി കുറവായിരിക്കും. അപ്പോൾ നോക്കി, ഗ്രൂപ്പിൽ നമ്മൾ താഴത്തോട്ട് പോകുമ്പോഴത്തേനും ആറ്റത്തിൻ്റെ സൈസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും
ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള, അല്ലെങ്കിൽ ഏറ്റവും പുറത്തെ ഷെല്ലും ന്യൂക്ലിയസും തമ്മിലുള്ള ആ ഒരു സ്ട്രെങ്ത് പയ്യെ കുറയത്തില്ലേ. അപ്പോൾ ഈ റിയാക്ഷൻ ചെയ്യാനുള്ള എബിലിറ്റിയും പയ്യെ കൂടും. ഓക്കെ ആണോ? അതുകൊണ്ട് ഗ്രൂപ്പിൽ നമ്മൾ താഴത്തോട്ട് പോകുമ്പോൾ ഈ റിയാക്ഷൻ ചെയ്യാനുള്ള എബിലിറ്റി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇൻക്രീസ് ചെയ്താണ് ആൻസർ. ഇനി പീരീഡിലെ കാര്യമാണ് ചോദിച്ചതെങ്കിൽ സൈസ് കൂടത്തില്ല അല്ലേ. പക്ഷേ ഒരു പീരീഡ് നമ്മൾ റൈറ്റിലോട്ട് പോകുമ്പോഴത്തേനും ഈ വാലൻസ് ഇലക്ട്രോണിൻ്റെ നമ്പർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കത്തില്ലേ. വാലൻസ് ഇലക്ട്രോണിൻ്റെ നമ്പർ കൂടുമ്പോൾ അവർക്ക് ന്യൂക്ലിയസുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് കൂടി വരത്തില്ലേ. ഓക്കെ ആണോ? അതായത് ഔട്ടർ ഷെല്ലും ന്യൂക്ലിയസും തമ്മിലുള്ള അറ്റാച്ച്മെൻറ്റ് കൂടി വരത്തില്ലേ. അപ്പോൾ ഇത് സംഭവിക്കും, റിയാക്ഷൻ പയ്യെ കുറഞ്ഞു വരും. ഓക്കെ, അപ്പോൾ നമ്മൾ പീരീഡ് നോക്കുവാണെങ്കിൽ ഇതല്ലേ എസ് ബ്ലോക്ക് അല്ലേ. ഏറ്റവും ലെഫ്റ്റിലുള്ള നമ്മൾ ആൽക്കലി മെറ്റൽസ്, ആൽക്കലി എർത്ത് മെറ്റൽസ് ഒക്കെ ഇല്ലേ, ഇവർക്ക് ഔട്ടർ ഷെല്ലിൽ ഇലക്ട്രോൺസ് കുറവാണ്. പക്ഷേ റൈറ്റിലോട്ട് പോകുന്നതോറും ഔട്ടർ ഷെല്ലിൽ ഇലക്ട്രോൺസ് കൂടി വരത്തില്ലേ. അപ്പോൾ റിയാക്ഷൻ ലെഫ്റ്റ് സൈഡിലുള്ള ആളുകൾക്ക് റിയാക്ഷൻ കൂടുതലും, റൈറ്റ് സൈഡിലുള്ള എലമെൻസിന് റിയാക്ഷൻ കുറവുമായിരിക്കും. അതുകൊണ്ടാണ് ഏറ്റവും ലാസ്റ്റത്തെ ഗ്രൂപ്പിൽ 18ാമത്തെ ഗ്രൂപ്പിന് നമ്മൾ മറ്റേ ഇനർട്ട് ഗ്യാസ് എന്ന് വിളിക്കുന്നില്ല, ഇനർട്ട് ഫാമിലി എന്ന് വിളിക്കത്തില്ല ഏറ്റവും ലാസ്റ്റത്തെ ഗ്രൂപ്പ്. കാരണം അവരുടെ ലാസ്റ്റ് സെല്ല് ഫിൽഡാണ്. അപ്പോൾ അവർക്ക് റിയാക്ഷൻ ചെയ്യാനേ പറ്റത്തില്ല. ഓക്കെ ആണോ? ക്ലിയർ ആണോ? യെസ്. പീരീഡിൽ അപ്പോൾ ലെഫ്റ്റ് റൈറ്റ് പോകുമ്പോൾ റിയാക്ഷൻ കുറഞ്ഞു വരും. പക്ഷേ താഴത്തോട്ട് പോകുമ്പോൾ റിയാക്ഷൻ കൂടി വരും. ഓക്കെ, അടുത്തത്. ഓക്കെ, 3 നമ്പേഴ്സിൻ്റെ റേഷ്യോ 1:5. അവരുടെ LCM 1600 ആണെങ്കിൽ അവരുടെ HCF കണ്ടുപിടിക്കാം. ഓക്കെ, നമ്മുടെ ഇതിൽ നമ്പേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. നമ്പേഴ്സിൻ്റെ റേഷ്യോ A:B:C ആണ്. അവർ HCF H ആണെങ്കിൽ അവർ LCM കിട്ടാനുള്ള ഇക്വേഷൻ A:B:C:HCF ആണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ 1600 ഈസ് ഈക്വൽ ടു 1:2:5 HCF. ഇത് 10 ആണ്. 10 അവിടെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ HCF എത്രയാണെന്ന് കിട്ടും? 160 കിട്ടും. ഓക്കെ, അത്രയേ ഉള്ളൂ. അടുത്തത്, അതിൻ്റെ സ്മോളസ്റ്റ് നമ്പർ ദാറ്റ് ക്യാൻ ബി ആഡഡ് ടു 467,851 ടു മേക്ക് ദ സം എ പെർഫെക്റ്റ് സ്ക്വയർ. ഈ നമ്പറിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ വേണ്ടി മിനിമം എത്ര ആഡ് ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് പരിചയമുള്ള സ്ക്വയറിൻ്റെ റേഞ്ച് ആണെങ്കിൽ നേരെ ആൻസർ കണ്ടുപിടിക്കായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ ടെക്നിക്കില്ല, അത് നമുക്ക് യൂസ് ചെയ്യാം. 467,851 ഇതിനെ 2 എണ്ണം വെച്ചുള്ള ഗ്രൂപ്പ് എടുത്തിരിക്കണം. ഇനി 46ൻ്റെ താഴെ സ്ക്വയറുള്ള നമ്പർ 7 അല്ല 6 അല്ലേ. 6 × 6 36. ഡിഫറൻസ് എത്രയാണ്? 10. താഴത്തെ ഗ്രൂപ്പ് ഇറക്കി എഴുതും 78. ഇനി ചെയ്യേണ്ടത് 6ൻ്റെ കൂടെ ഈ 6 ആഡ് ചെയ്യും 12. ഇവിടെ ഒരു നമ്പറുണ്ട്, ആ നമ്പറും കൂടെ എഴുതി അതേ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1078 അല്ലെങ്കിൽ എൻ്റെ താഴത്തെ നമ്പർ കിട്ടണം. അതായത് 123 × 3 ചെയ്ത് നോക്കുക 369. 125 × 5 നോക്കുക എത്ര? 625. പറ്റില്ല. 125 × 8 ചെയ്ത് നോക്കുക. 128 × 8 ചെയ്ത് നോക്കുക 960 66 1024. ഇതൊക്കെയാണ്. 128 × 8 ആണ് വരിക 1024. കുറയ്ക്കുമ്പോഴത്തേനും 54 എന്ന് വരും. അടുത്ത ഗ്രൂപ്പ് എഴുതും 51. ഇനി 128ൻ്റെ കൂടെ 8 ആഡ് ചെയ്യുക 136. അടുത്ത ഒരു നമ്പറും കൂടെ എഴുതി അതേ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതോ ഇതിൻ്റെ താഴത്തെ ഒരു നമ്പർ കിട്ടണം. ഓക്കെ, അപ്പോൾ 136 4 × 4 ചെയ്ത് കഴിഞ്ഞാൽ 16 1 27 25 2 14 14 1 14 5 5456 കണ്ടോ. അപ്പോൾ ഇവിടെ എത്ര വരണം? 4 വരണം. അങ്ങനെയാണെങ്കിൽ 5456 അങ്ങനെ വരുവാണെങ്കിൽ ആൻസർ ഇവിടെ തീരും. അപ്പോൾ എന്തായിരിക്കും 684 എന്ന് കിട്ടും ഇതിൻ്റെ സ്ക്വയർ റൂട്ട്. ഓക്കെ ആണോ? പക്ഷേ നമ്പർ എത്രയായിരുന്നിരിക്കണം? 5456 ആണല്ലേ നമ്പർ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ അവസാനം 51 വന്നാൽ പോരാ, 56 വരണം. 56 വരണം. ഏത് ആഡ് ചെയ്യണം? 5 ആഡ് ചെയ്യണം. ഓക്കെ, ഇത് സ്ക്വയർ റൂട്ട് ബൈ ഡിവിഷൻ മെത്തേഡ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ സ്ക്വയർ റൂട്ട് വലിയ നമ്പേഴ്സിൻ്റെയൊക്കെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അതാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് പരിചയമുള്ള നമ്പറാണെങ്കിൽ അതുപോലെ കണ്ടുപിടിക്കാമായിരുന്നു അല്ലേ. ഇപ്പോൾ 10,000 വരെയുള്ള സ്ക്വയേഴ്സ്, 10,000 വരെയുള്ള പെർഫെക്റ്റ് സ്ക്വയേഴ്സ് നമുക്ക് എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതങ്ങനെയല്ലല്ലോ. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യനകത്തോട്ട് പോവാം. ഓക്കെ, ആൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 10 cm ഇൻ ഫ്രണ്ട് ഓഫ് എ കോൺകേവ് മിറർ. ഇമേജ് ഉണ്ടായത് 15 cm-ലാണ്. അതിനാണ് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 10 cm ഇൻ ഫ്രണ്ട് ഓഫ് എ കോൺകേവ് മിറർ.
ദിസ് ഇമേജ് ഇസ് ഫോംഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 15 സെൻറ്റിമീറ്റർ ഓൺ ദ സെയിം സൈഡ്. ഫോക്കൽ ലെങ്ത് ഓഫ് ദ മിറർ കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ മിറർ. ഇതാണ് നമ്മുടെ പ്ലെയിൻ. ഇത് ഫോക്കസ് എന്ന് വിചാരിക്കുക. ഇവിടെയാണ് നമ്മൾ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇമേജ് അവിടെ ഉണ്ടാവും, ജസ്റ്റ് ഒന്ന് നോക്കാം. ഒബ്ജക്റ്റിൽ നിന്ന് പാരലായിട്ട് റൈറ്റ് വരും, അതിങ്ങനെ കടന്നു പോവും, അത് ഫോക്കസിൽ കൂടെ കടന്നു പോകും. ഓക്കെ, ഫോക്കസിൽ കൂടെ കടന്നു പോവും. ഇനി ഒരു ലൈറ്റ് ഫോക്കസിൽ കൂടെ വരയ്ക്കുക. ഫോക്കസിൽ കൂടെ വരയ്ക്കുന്നവരെ ഇതിലേക്കൂടെ കടന്നു പോകും, പാരലായിട്ട് കടന്നു പോകും. അങ്ങനെ കടന്നു പോകുമ്പോൾ നോക്കി നമ്മുടെ ഇമേജ് ഒബ്ജക്റ്റിന് അപ്പുറമല്ലേ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഒരെണ്ണം ഫോക്കസിൽ കൂടെ പോയി അത് പാരലായിട്ട് പോകും, ഒരെണ്ണം പാരലായിട്ട് പോയി അത് ഫോക്കസിൽ കൂടെ കടന്നു പോകും. രണ്ട് കൺവേർജ് ആവുന്നത് ഒബ്ജക്റ്റിന് അപ്പുറം വെച്ചിട്ടാണ്. ഓക്കെ, ഇനി നമ്മൾ സൈൻ കൺസിഡർ ചെയ്യണം ഈ സോൾവ് ചെയ്യുമ്പോൾ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് വരുന്ന ഡയറക്ഷനിലുള്ള ഡിസ്റ്റൻസ് എല്ലാം പോസിറ്റീവും ലൈറ്റിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷൻസ് എല്ലാം നെഗറ്റീവായിട്ടാണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ലെൻസിൻ്റെ ആ ഒരു പോളിൽ നിന്നും അല്ലെങ്കിൽ മിററിൻ്റെ ആ പോളിൽ നിന്നാണ് നമ്മളെപ്പോഴും ഡിസ്റ്റൻസ് അളക്കുന്നത്. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ ഓക്കെ, നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, അത് നമ്മൾ ആദ്യം യൂസ് ചെയ്യേണ്ടത്. 1/f = 1 ഒബ്ജക്റ്റിൻ്റെ ലെങ്ത്ത് പ്ലസ് 1 ഇമേജിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. അതിനകത്തോട്ടാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 1/f = ഒബ്ജക്റ്റിൻ്റെ ലെങ്ത്ത് മിററിൽ നിന്ന് ഒബ്ജക്റ്റിലോട്ടുള്ള ഡിസ്റ്റൻസ്. ഇത് ലൈറ്റിന് ഓപ്പോസിറ്റ് ആയിട്ടല്ല നമ്മൾ മെഷർ ചെയ്യുന്നത്, അപ്പോൾ അത് നെഗറ്റീവാണ്. 1 ഒബ്ജക്റ്റിൻ്റെ ലെങ്ത്ത് എത്രയാണ്? 10, അപ്പോൾ -10 പ്ലസ് 1 ഇമേജിൻ്റെ ലെങ്ത്ത്. അതും നമ്മൾ മിററിൽ നിന്നാണ് മെഷർ ചെയ്യുന്നത്. മിററിൽ നിന്ന് മെഷർ ചെയ്യുമ്പോൾ ഇമേജിലോട്ടുള്ള ലെങ്ത്ത് എന്താണ്? നെഗറ്റീവാണ്. കാരണം ലൈറ്റ് വരുന്ന ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ടല്ല നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇമേജിൻ്റെ ലെങ്ത്ത് എത്രയാണ്? 15. അപ്പോൾ 1/f = ഇത് നെഗറ്റീവാണ്, -15 -15 പ്ലസ് -15 -25 -10 -15 -25 ഡിവൈഡഡ് ബൈ +150 ഡിവൈഡ് ചെയ്യുന്നതിന് 1/f = എത്ര ഒരു 4 6 വരത്തില്ലേ, -1/6. അപ്പോൾ എഫിൻ്റെ വാല്യൂ എത്രയാണ്? -6. അതാണ് ആൻസർ. ക്ലിയർ ആണോ? ലെൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ സൈൻ കൺവെൻഷൻ നോക്കണം, അല്ലെങ്കിൽ തെറ്റിപ്പോകും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനകത്തോട്ട് പോകാം. വാട്ട് ഈസ് ദ സബ് യൂണിറ്റ് കമ്പോസിഷൻ ഓഫ് പ്രോകാരിയോട്ടിക് റൈബോസോംസ്? ഓക്കെ, ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോകാരിയോട്ടിക് റൈബോസോംസിനകത്ത് 2 സബ് യൂണിറ്റ് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് 30S എന്നും 50S എന്നും. ഓക്കെ, ഈ 2 സബ് യൂണിറ്റും റൈബോസോം RNA വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ പ്രോട്ടീൻസും ചേർന്നിട്ടാണ് ഈ സാധനം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഓരോ സബ് യൂണിറ്റെ പറ്റി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ അടിച്ചാൽ മതി, നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ഓക്കെ, സോ റൈബോസോംസ്, പ്രോട്ടീൻസ്, DNA. അപ്പോൾ എവിടെ നിന്ന്? ബയോളജി എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഇതാണ് ആൻസർ. 50S ആൻഡ് 30S ഇതാണ് പ്രോകാരിയോട്ടിക് റൈബോസോംസിൻ്റെ കമ്പോസിഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനകത്തോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് മീൻസ് അഡീഷണൽ സാറ്റിസ്ഫാക്ഷൻ ഓർ ബെനിഫിറ്റ് ദാറ്റ് എ കൺസ്യൂമർ ഡിറൈവ്സ് ഫ്രം ബൈയിങ് ആൻ അഡീഷണൽ യൂണിറ്റ് ഓർ കമ്മ്യൂണിറ്റി ഓർ എ സർവീസ്. അതായത് നമ്മളൊരു അഡീഷണൽ യൂണിറ്റും കൂടെ നമ്മൾ മേടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റ്, അതിനാണ് നമ്മൾ യൂട്ടിലിറ്റി എന്ന് വിളിക്കുന്നത്. അതിന് വിളിക്കുന്ന പേരെന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്? അതിന് വിളിക്കുന്ന പേര് മാർജിനൽ യൂട്ടിലിറ്റി എന്നാണ്. ഓക്കെ, ഇത് ഫ്രം എക്കണോമിക്സ് എന്നാണ് സാധനം ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇൻഡ്യൂസ്ഡ് EMF ഇൻ എ കോയിൽ ഡ്യൂറിങ് ദ ഫിനോമിനൻ ഓഫ് ഇലക്ട്രോമാഗ്നെറ്റിക് ഇൻഡക്ഷൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു. അതായത് ഇലക്ട്രോമാഗ്നെറ്റിക് ഇൻഡക്ഷൻസ് നടക്കുന്ന സമയത്ത് കോയിലുണ്ടാവുന്ന EMF അത് എന്തിനു പ്രൊപ്പോർഷണലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതെന്താ സംബന്ധിച്ച് നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിനകത്തോട്ട് ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു കണ്ടക്ടർ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ കണ്ടക്ടറിന് ഒരു ഫോഴ്സ് ഉണ്ടാവും, അങ്ങനെ ആ കണ്ടക്ടർ കറങ്ങും അല്ലേ? അത് നമുക്ക് തിരിച്ച് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കോയിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ആ കോയിൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ആ കോയിൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോയിലിൽ എന്തുണ്ടാവും? ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ കറണ്ട് ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ മോട്ടറൊക്കെ വർക്ക് ചെയ്യുന്നത് അല്ലേ? മോട്ടർ വർക്ക് ചെയ്യുന്നത് ഡാമിൽ കറണ്ട് ഉണ്ടാക്കുന്നത് അങ്ങനെ. അപ്പോൾ ഇങ്ങനെ ഈ കോയിലുണ്ടാവുന്ന ആ ഒരു കറണ്ട് എന്തിന് പ്രൊപ്പോർഷണലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു EMF എന്തിന് പ്രൊപ്പോർഷണലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ്, റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ്. അതായത് നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ ബേസിക്കലി നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുപോകുമ്പോഴത്തേനും ഈ കോയിലിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഓക്കെ ആണോ? ആ മാഗ്നറ്റിക് ഫീൽഡിൽ ചേഞ്ചസ് വരുമ്പോഴാണ് അവിടെ കറണ്ട് ഉണ്ടാകുന്നത്. ഓക്കെ ആണോ? അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൽ വരുന്ന ആ ഒരു ചേഞ്ചിൻ്റെ റേറ്റ്
ആ ചേഞ്ചിൻ്റെ റേറ്റിനാണ് പ്രൊപ്പോർഷണൽ. ചേഞ്ചിനല്ല പ്രൊപ്പോർഷണൽ, ചേഞ്ചിൻ്റെ റേറ്റിനാണ്. എത്ര കൂടുതൽ ചേഞ്ച് ഉണ്ടാവുമോ അത്രയും കൂടുതൽ EMF അവിടെ ഇൻഡ്യൂസ് ചെയ്യും. അത്രയേ ഉള്ളൂ. ഓക്കെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്, അതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, സോ നമ്മൾ എല്ലാ ടോപ്പിക്സും പഠിക്കുമ്പോൾ ഇൻ ഡെപ്ത് പഠിക്കുക. ഓക്കെ, ജസ്റ്റ് സർഫസ് ലെവൽ തൊടിച്ച് പോകാതെ ഇൻ ഡെപ്ത് പഠിച്ച് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മുടെ ഈ സെക്കൻഡ് പാർട്ടിലുള്ളത്. മൊത്തം 100 ക്വസ്റ്റ്യനാണുള്ളത്. നമ്മുടെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂറാണ്, 90 മിനിറ്റ്സ്. പക്ഷേ നിങ്ങൾക്കറിയാം അത്യാവശ്യം ക്വസ്റ്റ്യൻസൊക്കെ അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നല്ലേ. അപ്പോൾ എല്ലാവരും നല്ലപോലെ പഠിക്കുക. ഓക്കെ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക, മോക്ക് ടെസ്റ്റിലൊക്കെ കണ്ടാണ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, പിന്നെ ഗ്രൂപ്പ് ഡിയുടെ കൂടെ നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അതിൻ്റെ ഫിസിക്കലിനും കൂടെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, നോട്ടിഫിക്കേഷൻ വായിച്ചാൽ മതി. ഫിസിക്കൽ 2 ഐറ്റംസ് എന്താണോ ഉള്ളത്, നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കണേ. ഞാൻ കഴിഞ്ഞ വർഷത്തെ കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, സോ എക്സാം എഴുതുന്നതിൻ്റെ കൂടെ തന്നെ ഫിസിക്കലിനും കൂടെ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്താലേ നമുക്ക് ഫിസിക്കൽ അപ്പത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ഓക്കെ.